മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക, കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം. 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 മാതൃകയാക്കാവുന്ന ഒന്നിന് പഞ്ചായത്ത് ശ്രീമതി വി ഗീത മെമ്പർ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത്, ശ്രീമതി വി കെ അനിത മെമ്പർ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത്, ശ്രീ മധു മുതിയക്കാൽ, ശ്രീ ഹക്കീം കുന്നിൽ, ശ്രീ കരുണാകരൻ കുന്നത്തിൽ. വികസന നായകൻ പ്രിയങ്കരനായിട്ടുള്ള MLA ശ്രീ CH കുഞ്ഞമ്പു അവർ വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു അഗ്രോ കാർണിവൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമേ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിർവാഹമുള്ളൂ. അത്തരത്തിലുള്ള പരിമിതികൾക്കിടയിൽ ജനകീയമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് കഴിഞ്ഞ കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ മാതൃകാപരമായി നടത്തുന്ന മൊബൈൽ വെറ്റിനറി ക്ലിനിക്. ഇന്നും ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ക്ഷീര കർഷകർക്ക് സൗജന്യമായ സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നു. സമൂഹത്തിനകത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ട ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിന് ഒരു ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുക്കാനും അവരുടെ കലാസാംസ്കാരിക പ്രവർത്തനത്തെ സഹായിക്കാനും ഒരു കലാ ട്രൂപ്പ് തന്നെ രൂപീകരിക്കാനും ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുന്നതിനപ്പുറത്തേക്ക് നടത്താൻ നല്ല ശ്രമം ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഈ ചെറിയ കാലയളവിനുള്ളിൽ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. അദ്ദേഹം തന്നെ ഈ ഡേറ്റ് 23-ാം തീയതി ഞാൻ വരാം എന്ന് ഏൽക്കുകയായിരുന്നു. ഏതായാലും വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ നിശ്ചയിച്ച ദിവസം തന്നെ നമുക്ക് ഈ മേളയുടെ ഉദ്ഘാടന പരിപാടി നടത്താൻ വേണ്ടി സാധിച്ചു. ആ മേള ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ആരാധനായിട്ടുള്ള സ്പീക്കറെ, ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി, അതുപോലെ തന്നെ ഇവിടെ രൂപീകരിക്കപ്പെട്ട സംഘാടക സമിതിക്ക് വേണ്ടി, ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വളരെ സ്നേഹത്തോടു കൂടി ഈ മേളയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നെല്ലിക്കുന്ന് MLA ഇന്ന് വൈകിയാലും ഈ മേളയിൽ ഞാൻ പങ്കെടുക്കും എന്ന് ഞങ്ങളോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട കാസർഗോഡ് CPCRLയുടെ ഡയറക്ടറാണ് ആ സെമിനാറിൽ ഉദ്ഘാടനം ചെയ്തത്. 100ഓളം കർഷകർ ആ സെമിനാറിൽ പങ്കെടുത്തു. ഇനി ഓരോ ദിവസങ്ങളിലും ഓരോ വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള സെമിനാറുകൾ ഈ മേളയുടെ ഭാഗമായി ഓരോ ദിവസവും നടക്കുന്നുണ്ട്. ആ മേളയുടെ ഭാഗമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കൃഷി ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ കർഷകരെയും ഈ മേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായി ഈ മേള വിജയിപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി. സഹോദരി സഹോദരന്മാർ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത്
ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന, എല്ലാ വിഷയങ്ങളിലും നന്നായി ഇടപെടാൻ ശേഷിയുള്ള മണികണ്ഠൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം അംഗങ്ങൾ, അവരുടെ ഒരാശയമാണ് ഈ അഗ്രോ ഫെസ്റ്റിവൽ എന്ന് ഇന്നിപ്പോൾ നമ്മളിവിടെ കാണുന്ന ഉദ്ഘാടനം ചെയ്യുന്ന ഈ പരിപാടി. അവരുദ്ദേശിക്കുന്നത് കാർഷിക മേഖലയിൽ അന്യം നിന്ന് പോകുന്ന നമ്മുടെ കൃഷിയെ പുതിയ ജനറേഷൻ പരിചയപ്പെടുത്തുക, ഉൽപ്പന്നങ്ങളുടെ വിപണനം നടത്തുക, സെമിനാറുകൾ ഉൾപ്പെടെ നടത്തിയിട്ട് ഈ രംഗത്തേക്ക് കൂടുതൽ ആളുകളുടെ ശ്രദ്ധ കൊണ്ടുവരിക, അതിനുവേണ്ടി അതിനനുബന്ധമായി കലാ സാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ച് പൊതുജനങ്ങളെ ഇവിടത്തേക്ക് ആകർഷിക്കുക, അതാണ് ഏറ്റവും പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. പങ്കെടുക്കാനുമുള്ള നല്ലൊരു അവസരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഞാൻ കൂടുതൽ സംസാരിക്കണം ഉദ്ദേശിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് തീരെ സംസാരിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ശബ്ദം അടഞ്ഞു പോയിട്ടുണ്ട്. സ്പീക്കർക്കാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചു പോവുകയും വേണം. ഈ ആഗ്രോ കാർണിവലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ ആദരണീയനും ബഹുമാനീയനുമായ നിയമസഭാ സ്പീക്കർ ശ്രീ A.N. ഷംസീറിനെ ക്ഷണിച്ചുകൊണ്ട്. ഇതിന്റെ പ്രൈം ഫോക്കസ് കാർഷിക മേഖല തന്നെയാണ്. കാർഷിക മേഖലയെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൃഷി എക്സിബിഷന് തന്നെയാണ് മണികണ്ഠൻ മുൻകൈയെടുത്തിട്ടുള്ളത്. ഈ കുഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് കാർഷിക മേഖല നമ്മളെല്ലാം ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല തന്നെയാണ്. സ്വാതന്ത്ര്യ സമരമാവട്ടെ, കേരളത്തിൻ്റെ ചരിത്രമാവട്ടെ, ചരിത്രമെല്ലാം പരിശോധിക്കുമ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് പഠിക്കുന്നത്. ജന്മി കുടിയാൻ തന്നെ, കുടിയാനെ ചൂഷണം ചെയ്ത് ജന്മിയാണ്, അത് കൃഷിയുമായി ബന്ധപ്പെട്ട. അപ്പൊ ചരിത്രം നാം പഠിക്കുമ്പോൾ കാർഷിക മേഖലയെ തൊടാതെ കടന്നു പോകാൻ സാധിക്കില്ല. കർഷക കലാപങ്ങൾ, കർഷക സമരങ്ങൾ, ആ കർഷക സമരങ്ങളെല്ലാം സ്വാതന്ത്ര്യ സമര ചരിത്രമാണ്, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് കർഷക സമരത്തിന്റെ ചരിത്രം അത് സ്വാതന്ത്ര്യ സമര ചരിത്രം. തകരെ താളം 3 ദിവസം, ചേനയും ചേമ്പും 3 ദിവസം, ചക്കയും മാങ്ങയും 3 ദിവസം, അങ്ങനെ ഇങ്ങനെ 3 ദിവസം. അത് കവിതയാണ്. ചക്കയും മാങ്ങയും 3 ദിവസം നിന്നും, ചേനയും ചേമ്പും നമ്മൾ തിന്നും, പിന്നെ നമ്മളിങ്ങനെ പോകുന്നു. അപ്പൊ കാർഷിക മേഖലയുടെ ചരിത്രം, കർഷക സമരം, ആ കർഷക സമരം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഭാഗം. അപ്പൊ കാർഷിക മേഖലയെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ചരിത്രം നമുക്കില്ല. കാർഷിക മേഖല വളരെ ഗൗരവമുള്ള, ഒരു താല്പര്യവുമില്ല, അത് വേറെ വിഷയം. എന്നാൽ പുതുതലമുറയോട് ഇതാ ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. നിങ്ങൾ ആ ഫസ്റ്റ് ഹാളിലേക്ക് കയറുമ്പോൾ കൃഷിയുടെ ഡിപ്പാർട്ട്മെന്റ്, കൃഷിയെ പാർക്ക് ചെയ്ത് കൃഷി ഒരു പ്രത്യേക കമ്പാർട്ട്മെന്റ്. യഥാർത്ഥത്തിൽ മണികണ്ഠൻ, ഡിസ്ട്രിക്ട് കളക്ടർ ഇമ്പശേഖർ, ഒപ്പം MLA, ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പോൾ സ്കൂൾ ലീവാണ്, സ്കൂൾ കുട്ടികളെ കൊണ്ട് എത്തിക്കണമായിരുന്നു. ഇനിയും സമയമുണ്ട്. ഇനി വിചാരിച്ചാൽ കളക്ടർ ഒരു സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ കുട്ടികളെ 50 രൂപ മേടിച്ചാൽ മുതൽ അവർ നിൽക്കില്ല, ഒരു നോമിനൽ റേറ്റിൽ ഇവരെ കയറി. നമുക്ക് പരിചിതമല്ലാത്ത പല കൃഷി ഉൽപ്പന്നങ്ങളും കൂടെ കാണാൻ പറ്റും. ഈ കൃഷി നാം പരിശോധിക്കുമ്പം കൃഷി വേണ്ടത്ര നമ്മൾ നടത്തുന്നില്ല. പിന്നെ മലയോരമുള്ള തീരദേശം, അപ്പോൾ സംഗതി മൊത്തത്തിൽ തീരുമാനമില്ല. കാരണം മലയോരത്താവുന്ന ഉരുൾപൊട്ടൽ, തീരദേശത്താവുന്ന കടലാക്രമണം, അതാ പ്രത്യേകത. ഞങ്ങളെ സംബന്ധിച്ച് തീരദേശം മാത്രമേ ഉള്ളൂ. തീരദേശത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നം പറയേണ്ട കാര്യമില്ലല്ലോ. മറ്റ് സംഭവങ്ങളുമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത്, എൻ്റെ വളരെ ചെറിയ മണ്ഡലം, എൻ്റെ മണ്ഡലത്തിൽ കൃഷിയൊക്കെ വളരെ കുറവാണ്. എന്നാൽ ഇപ്പം നമ്മൾ ആൾക്കാർ ഇപ്പം 2016 നിയമസഭാ സാമാജികനെ ഞാൻ എത്തിയത്. ഫസ്റ്റ് അന്ന് ഗവൺമെന്റിന് വേണ്ടി ഫസ്റ്റ് നയപ്രഖ്യാപനം നടത്തി ജസ്റ്റിസ് V. സദാശിവായിരുന്നു നയപ്രഖ്യാപനം. ആ നയപ്രഖ്യാപനം അദ്ദേഹം നടത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, സംസ്ഥാന സർക്കാർ, മൈ ഗവൺമെന്റ് എന്നാണ്, എൻ്റെ സർക്കാർ 2 പാൽ 3 മുട്ട തുടങ്ങിയ കാര്യങ്ങളിലെങ്കിലും ഈ സംസ്ഥാനത്തെ സ്വയം പര്യാപ്തമാക്കും എന്ന് പ്രഖ്യാപിച്ചു. ഇപ്പൊ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ലക്ഷ്യം പൂർണ്ണമായി എത്തിയോ എന്ന് ചോദിച്ചാൽ എത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മളിപ്പോൾ ആലോചിക്കണം, എല്ലായിടത്തും കൃഷിയില്ല.
നിയമസഭാ സ്പീക്കർ എൻ്റെ വസതിക്കകത്ത് കൃഷി നടക്കുന്നുണ്ട്. ഞങ്ങൾ ഉപയോഗിക്കുന്ന പച്ചക്കറികളെല്ലാം സമ്പൂർണ്ണമായും നമ്മൾ ഉത്പാദിപ്പിച്ച കൃഷി സാധനങ്ങൾ തന്നെയാണ്. നേതൃത്വം കൊടുത്തുകൊണ്ട് ആരംഭിച്ച കൃഷി. അപ്പൊ കൃഷിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ബാക്ക് ടു അഗ്രികൾച്ചർ. കൃഷിയിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരിക. സംസ്ഥാന സർക്കാരാണ് എല്ലാവരും പാടത്തേക്ക്, തരിശുരഹിത കേരളം തുടങ്ങിയ പല പദ്ധതികളും നടപ്പിലാക്കിയത്. തിരിച്ചുകൊണ്ട് നടത്തുന്ന നീക്കത്തിന്റെ ഭാഗം തന്നെയാണ് ഇവിടെ ഈ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൽ ഇത്തരം ഒരു കൃഷി എക്സിബിഷൻ നടത്തുന്നത്. കൃഷിയിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത് തന്നെയാണ്. അപ്പൊ കാർഷിക മേഖല നമ്മളെ ബാധിക്കുന്ന വിഷയം തന്നെയാണ്. എന്താ കാരണം? കാർഷിക മേഖലക്കകത്ത് ചെറിയ ചെറിയ നയങ്ങൾ നടപ്പിലാക്കിയാൽ പോലും അത് നാടിനകത്തുണ്ടാക്കുന്ന പ്രത്യാഘാതത്തിന്റെ ഗൗരവം ആലോചിച്ച് വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ നാട്ടിൽ അരങ്ങേറുന്നതാണ്. വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ. അപ്പൊ കാർഷിക മേഖല ആലോചിക്കണം. നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? നമുക്ക് കഴിക്കേണ്ട ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിദേശത്ത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടില്ല. ഇവിടെ തന്നെ ഇപ്പൊ കേരളത്തെ റബ്ബർ പോലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുക. അതിൽ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങൾ വരികയും ചെയ്യും. അങ്ങനെ ഉണ്ടാക്കിയ ഒരു അണ്ടർസ്റ്റാൻഡിങ്. എന്നാൽ ഇവിടെ നമ്മൾ വീണ്ടും കൃഷി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. നമ്മൾ തന്നെ പരമാവധി ഉത്പാദിപ്പിക്കാൻ തുടങ്ങി. നമുക്ക് സ്വയം പര്യാപ്തമാക്കാൻ ഭക്ഷ്യമേഖലയിൽ അല്ലെങ്കിൽ കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായി എക്സിബിഷന്റെ പലതും പരിചയപ്പെടുക. നമ്മൾ കാണേണ്ടത് ഞാൻ ഇന്നവരെ കണ്ടിരിക്കുന്നത് പല കാര്യങ്ങൾ. ഇങ്ങനൊരു എക്സിബിഷൻ നടത്തിക്കൊണ്ടാണ് പല പഴയകാലത്ത് ഉപയോഗിച്ച കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ച പല പിന്നെ അഗ്രികൾച്ചർ എക്സിബിഷൻ മാത്രം വെച്ച് ആൾ വരില്ല. അപ്പൊ അഗ്രികൾച്ചർ എക്സിബിഷന്റെ കൂടെ മറ്റ് കൊമേഴ്ഷ്യലായ മറ്റ് എക്സിബിഷൻ സ്റ്റാളുകൾ കൂടി തുടങ്ങിയാൽ മാത്രമേ ആളുകൾക്ക് വരും. നമ്മൾ ആൾക്കാരെ കിട്ടും. എന്തിനാ കൃഷി കാണുന്നത്? ആ ഒരു മൈൻഡ് സെറ്റ് മാറിയിട്ടൊന്നുമില്ല. ആ മൈൻഡ് സെറ്റ് മാറാത്തതിന്റെ ഭാഗമാണ് കാർഷിക മറ്റ് ഈ എക്സിബിഷന്റെ ഭാഗമായാണ് കൊമേഴ്ഷ്യലായ മറ്റ് സ്റ്റാളുകളും എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന പല അമ്യൂസ്മെന്റ്സും ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഭാഗത്തേക്ക് ഭക്ഷണം കഴിക്കാൻ സംവിധാനങ്ങൾ വേറെ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു മൾട്ടി എക്സിബിഷനാണ്. ഒരുപാട് മൾട്ടിപ്പിളായി കാണാൻ സാധിക്കുന്ന ഒരു എക്സിബിഷനെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഈ എക്സിബിഷനിൽ ജനം സഹകരിക്കണം. 50 രൂപ ടിക്കറ്റ് വളരെ നോമിനലായ ടിക്കറ്റാണ്. ആ 50 രൂപ ഞാൻ മനസ്സിലാക്കുന്നത് മണി പറഞ്ഞു. മണി ഞങ്ങളൊക്കെ സ്റ്റുഡൻറ് യൂത്ത് രംഗത്ത് ഒന്നിച്ചുണ്ടായവരാണ്. പ്രോഗ്രാം ഇവിടെ വെച്ച് അതിന് നടുക്ക് ഞാൻ വരിക. അല്ലാതെ സ്പീക്കറല്ല, ആര് വന്നാലും ഈ സമയത്ത് ആളെത്തില്ല. അങ്ങനെ ഞാൻ അങ്ങ് തലശ്ശേരിയിലെ വന്നിട്ട് അപ്പൊ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ സംരംഭത്തോട് നിങ്ങൾ സഹകരിക്കണം. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഇനീഷ്യേറ്റീവ്. കാരണം ഇതിപ്പോ ലാസ്റ്റ് നടത്തിയിട്ട് കടായി പോകുന്നത്. ഞാൻ വളരെ പ്രാക്ടിക്കലായ ഒരു പ്രവർത്തകനാണ്. ഇത് കഴിഞ്ഞ് മണിക്കാണ് വേറെ സ്വത്തൊന്നും ഇല്ലാത്ത ആളാണ്. അവന്റെ ഭാര്യ ബാങ്കിന്റെ വ്യവസ്ഥയാണ്. ഇയർ ടു ഇയർ മൗത്ത് ടു മൗത്ത് ഇതിന്റെ പ്രചരണം നടത്തി ആളുകൾ ഇങ്ങോട്ട് വരണം. ഇവിടെ ടിക്കറ്റ് വിൽപ്പന നടക്കണം. ടിക്കറ്റ് വിൽപ്പന നടത്തിയാൽ മാത്രമേ ഇത്രയും കെട്ടിയുണ്ടാക്കി സംവിധാനത്തിന്റെ പൈസ കൊടുക്കാൻ പറ്റും. പിന്നീട് കൊണ്ടുവന്ന സ്റ്റാളുകൾ, ആ സ്റ്റാളുകൾക്ക് എന്തെങ്കിലും വാങ്ങിക്കുന്ന ആൾക്കാർ കുറെ നിങ്ങൾക്കൊക്കെ ഗുണകരമായ പല ഉൽപ്പന്നങ്ങൾ വെക്കുന്നുണ്ട്. അതൊക്കെ വാങ്ങിച്ചാൽ മാത്രമേ അടുത്ത് നടത്താൻ പറ്റില്ല. മണിമല്ലിട്ട് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം, നിങ്ങൾ വിജയിപ്പിക്കണം. നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന എല്ലാ സർക്കിളിനകത്തും ഇതിന്റെ പ്രചരണം എത്തിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓർഗനൈസിംഗ് സൈഡിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഏറ്റവും പീക്കിൽ നിന്നൊരു ഓർഗനൈസ് ചെയ്യുക. ഞാനിപ്പോൾ ഒരൊറ്റ നോട്ടത്തിൽ വന്ന് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് നല്ല രീതിയിൽ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നു. വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോവാതെ നിങ്ങളെല്ലാം അനുഭവത്തോടു കൂടി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഗ്രോ കർണിവൽ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ച് ഞാൻ വാക്ക് അവസാനിപ്പിക്കുകയാണ്. സ്വാഗതം പറഞ്ഞ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ മണികണ്ഠൻ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വേദിയിലും സദസ്സിലുള്ള എന്താ പറയുക നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. വളരെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രസംഗമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ സാർ കൊടുത്തത്. കൃഷിയുടെ ഒരു മഹത്വം, നമ്മൾ കൃഷി പഠിക്കുമ്പോൾ, കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഓരോരുത്തരും കാർണിവൽ നമ്മൾ നടത്തുന്നത് നമ്മളെ നാട്ടുകാർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഇങ്ങനെ ഒരു കാർഷിക ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ കാർഷിക സെമിനാറുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഈ കൃഷി പഠിക്കാനും അവർക്ക് ഒരു ബോധവൽക്കരണം ഉണ്ടാക്കാനും നമുക്ക് പറ്റും. അതുകൊണ്ട് ഇതെല്ലാം ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കൾ അവസാനം മുമ്പിലുള്ള ഈ ഫ്ലവർ ഷോ കാർണിവൽ എന്ന് പറയുന്ന സംവിധാനം നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പൂക്കൾ കൊണ്ടുള്ള ഓർഡറിങ്, ആ മനോഹരമായ ആ ഒരു പാതയും ഒരുക്കിയിട്ട് ഇവിടെ അങ്ങനെ തുടങ്ങാം. ഇവിടെയും നിങ്ങൾക്ക് എന്തൊക്കെ സാധിക്കും. സഹകരണ മേഖല ഇടപെടാത്ത ഒരു മേഖലയില്ല. അതുകൊണ്ട് എല്ലാവർക്കും, നാട്ടുകാർക്ക് എല്ലാവർക്കും ഈ അഗ്രി ഫെസ്റ്റുമായി സഹകരിച്ചുകൊണ്ട്
ഇതിനെ വിജയിപ്പിക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ എല്ലാ വിജയവും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർത്ത നേരത്തെ സംസാരിച്ചതുപോലെ കാർഷിക സംസ്കാരം വീണ്ടെടുക്കുക, അതോടൊപ്പം തന്നെ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക, ആ സംസ്കാരം വീണ്ടെടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. തീർച്ചയായും ഒട്ടനവധി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന് ഈ അവസരത്തിൽ ഞാൻ ആശംസകൾ അറിയിക്കുകയാണ്. നമ്മുടെ ബഹുമാന്യ ഉരുമായ എം.എൽ.എ. ശ്രീ CH കുഞ്ഞമ്പു അവരുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശ്രീ GM സംശയ്, ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ അവർ, നമ്മുടെ ആദരണീയനായ ജില്ലാ കളക്ടർ ശ്രീ ഇന്ദ്രശേഖർ IAS അവർ. ഇത് നമ്മൾ ആദ്യമായിട്ട് അറിയുന്നത് ഒരു നൂതന പ്രോജക്റ്റായിട്ട് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വെട്ടിങ്ങിന് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത്. കാരണം നമ്മുടെ നിലവിലുള്ള സബ്സിഡി നോംസ് പ്രകാരം ഇതിന് അംഗീകാരം കൊടുക്കാൻ സാധിക്കാത്ത ഇതിന് ശരിക്കും നമ്മൾ ഇങ്ങനെ ഒരു കാരണങ്ങൾ അത്യാവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ യുവതലമുറ ഇപ്പോൾ നമ്മൾ ഈ കാരണങ്ങൾ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത്ര വലിയ സ്പീക്കർ MLA ഉണ്ട് കാവേരി, ആ ബെൽറ്റിൽ പോയാൽ പണ്ടൊക്കെ 3 നെൽകൃഷി എടുത്തവർക്ക് ഇന്ന് 1 or 2 നെൽകൃഷി മാത്രമാണ്. ബാക്കി കുടിവെള്ളങ്ങൾ മൈസൂർ ടൗണിലേക്ക്, ബാംഗ്ലൂർ ടൗണിലേക്ക് ഡാം പണിത് അവിടുത്തെ കൊണ്ടുപോവാണ്. അവിടെ നെൽകൃഷി ചിലപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു അരി നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവാം. നമുക്കറിയാം, നമുക്ക് ശരിക്കും യുവതലമുറയാണ് നമുക്ക് കൃഷിയിലോട്ട് വരേണ്ടത്. അത് വരുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ടാവും. നമ്മൾ നല്ല സ്കിൽഡാണ് ആൾക്കാർ, അധികം ഗൾഫിലേക്ക് മറ്റു ഫോറിൻ കൺട്രീസിലൊക്കെ പോയിട്ട് വലിയ വലിയ ഉന്നതമായ ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നമ്മൾ ലാവിഷായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള മേഖലകളിൽ അവിടുത്തായിട്ടുള്ള യുവാക്കൾക്ക്, യുവതികൾക്ക് ജോലി വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ എല്ലാ അവസരങ്ങളും കിട്ടണമെന്നില്ല. നമുക്കൊരു കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പോഷൺ സമൃദ്ധി മിഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ സർക്കാരിന്റെ കണക്കിൽ ഒരാൾക്ക് അരി ആഹാരം, ഒരു അരി ഒരാൾക്ക് 180 ഗ്രാം വേണം, പയർവർഗ്ഗങ്ങൾ 95 ഗ്രാം വേണം, ചെറുധാന്യങ്ങൾ അല്ല മില്ലറ്റ് 80 ഗ്രാം വേണം, ഇലക്കറികൾ 100 ഗ്രാം ഒരു ദിവസത്തിൽ ഒരാൾക്ക് വേണം. അതേപോലെ ട്യൂബേഴ്സ് അഥവാ നമ്മുടെ 100 ഗ്രാം വേണം. അതേപോലെ പിന്നെ പഴവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സ് 100 ഗ്രാം വേണം. അതേപോലെ ഇറച്ചി എന്ന് പറയുന്ന 50 മുതൽ 60 ഗ്രാമാണ് ഒരു ആൾക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരവും സർക്കാർ പറയുന്ന ഒരു ശുപാർശ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്ക് തന്നെ ഈ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് കണക്കാക്കുമ്പോൾ 1.5 ലക്ഷം മെട്രിക് ടൺ പച്ചക്കറികൾ വേണം ഒരു വർഷത്തേക്ക്. അതേപോലെ 70,000 ടൺ പഴവർഗ്ഗങ്ങൾ വേണം നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ. 60,000 ടൺ ചെറുധാന്യങ്ങൾ വേണം, 60,000 ടൺ പയർവർഗ്ഗങ്ങൾ വേണം. അത്രയും നമുക്ക് ഈ കാസർഗോഡ് ജില്ലയിൽ ഒരു ആവശ്യമുണ്ട്. പിന്നെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നെൽകൃഷി. നെൽകൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് തീരെ ഇപ്പോൾ നിലനിൽക്കുന്നത് ഇല്ലെങ്കിൽ നെൽകൃഷി എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഉണ്ടാവായിരുന്നില്ല. എല്ലാവർക്കും വീട് പണിയാനുള്ള ഒരു ഉദ്ദേശമാണ്. അത് സ്വാഭാവികമാണ്. എല്ലാവർക്കും ഒരു 5-10 സെന്റ് ഉള്ളവർക്കും ഒരു വീട് ആവശ്യമാണ്. ഏറ്റെടുത്ത് വിജയിപ്പിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കത്ത് വീട്ടിലേക്ക് കടക്കുകയാണ്. നമ്മുടെ അഗ്രോ പാർലമെന്റ് പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉദുമ MLA ശ്രീ CH കുഞ്ഞമ്പു അവരാണ്. അദ്ദേഹത്തെ ഞാൻ പഞ്ചായത്തിലേക്ക് അതുപോലെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് സംസാരിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട മനോഹരമായ ഇവിടെ നിങ്ങൾക്ക് സാധിച്ച സഹകരണ മേഖല ഇടപെടാത്ത ഒരു മേഖലയുണ്ട്. അതുകൊണ്ട്
ആശംസിക്കുകയാണ്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ശ്രീ ഹരികൃഷ്ണൻ അവർ വേദിയിലൂടെ അവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ മേളയുടെ പ്രവർത്തനങ്ങളെ ആകെ കോർഡിനേറ്റ് ചെയ്യുന്ന നമ്മുടെ നേരത്തെ അവർ എത്തിയിട്ടുണ്ട്, അവരെയും സ്വാഗതം ചെയ്യുന്നു. അത് എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്, അവരെയും സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരെ അതുപോലെ തന്നെ മേള നടക്കുന്ന സ്ഥാനാർത്ഥി ശ്രീ കരുണാകരൻ കുന്നത്ത് അവരെയും സ്വാഗതം ചെയ്യുകയാണ്. IUML-ന്റെ ജനറൽ സെക്രട്ടറി ശ്രീ KE മക്കർ ഈ വേദിയിലൂടെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ IUML-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കാർഷിക കോളേജിന്റെ ഡീൻ ഡോക്ടർ ടീച്ചർ നേരത്തെ അവർ എത്തിയിട്ടുണ്ട്, അവരെയും സ്വാഗതം ചെയ്യുന്നു, സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ശ്രീ ഹരികൃഷ്ണൻ അവർ വേദിയിലൂടെ അവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ മേളയുടെ പ്രവർത്തനങ്ങളെ ആകെ കോർഡിനേറ്റ് ചെയ്യുന്ന നമ്മുടെ പറയുക അപ്പോൾ അവരെല്ലാവരും മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. Gold and diamonds. Kerala and Karnataka, the glow of purity.